ഹായ്, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ലിത്വായിലേക്ക് വരുന്ന വഴിയും ലിത്വയെക്കുറിച്ചുള്ള ചെറിയ വിവരണം തന്നിരുന്നു. ഇന്നലെ ഞങ്ങൾ ടൗണിലാണ് എത്തിച്ചേർന്നത്. ടൗൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. ലിത്വയുടെ ക്യാപിറ്റലായ റിഗയിലാണ് എത്തിയത്. താമസിച്ചത് രാവിലെ തന്നെ ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലിത്വയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം കൂടെ തരാം. വടക്കിഴക്കൻ യൂറോപ്പിലെ ബാൾട്ടിക് കടലിനോട് ചേർന്ന് തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ലിത്വയ്ക്ക് എസ്റ്റോണിയ, റഷ്യ, ബെലാറസ്, ലാത്വേനിയ എന്നീ രാജ്യങ്ങളുമായി അതിർത്തികളുണ്ട്. ഇതിന് തെക്കുവശം ലിത്വാനിയുമായും ഭാഷാപരമായ ബന്ധവുമുണ്ട്. അതുപോലെ തന്നെ വടക്ക് എസ്റ്റോണിയയുമായിട്ട് ചരിത്രപരമായും മതപരമായും ഉള്ള ബന്ധങ്ങളുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ച സമയത്ത് സ്വാതന്ത്ര്യം വീണ്ടെടുത്ത് ദശാബ്ദത്തിലേറെയായി. 2004 ലിത്വ യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും ചേർന്നു. നൂറ്റാണ്ടുകളായി ലിത്വ പ്രാഥമികമായി ഒരു കാർഷിക രാജ്യമാണ്. എന്നാൽ കടൽ യാത്ര, മത്സ്യബന്ധനം, വനം എന്നീ മറ്റു സാമ്പത്തിക ഘടകങ്ങളും വീണ്ടും പിന്നീടുണ്ടായി. ബാൾട്ടിക് അയൽക്കാരെ പോലെ ലിത്വയും 1990കളുടെ തുടക്കം മുതൽ സ്വതന്ത്ര വിപണിയിലേക്ക് അതിവേഗം പരിവർത്തനം ചെയ്തു. 2014 നാറ്റോ അതിനെ യൂറോ അതിൻ്റെ കറൻസിയായിട്ടും സ്വീകരിക്കുകയും ചെയ്തു. ജനസംഖ്യയുടെ 24% റഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നത്. റിഗയുടെ നഗരപ്രദേശങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ അതിപ്രധാനമായ, അതായത് റിഗയുടെ ഒരേ ഒരു ഫിഷ് മാർക്കറ്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ ലോകോത്തരമായിട്ട് വളരെ പ്രസിദ്ധമായ ഒരു മത്സ്യം കൂടുതലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതായത് ആർട്ടിക് കടലിൽ നിന്നും അന്റാർട്ടിക്ക വരെ ഓരോ വർഷവും യാത്ര ചെയ്യുന്ന സൽമൺ ഫിഷ്. ആ ഫിഷ് ഇവിടെ സുലഭമാണ്. അതുകൂടെ പ്രധാന ഒരു കാര്യം അതാണ്. ഈ മാർക്കറ്റിൻ്റെ പ്രധാന ഒരു കാര്യം അത് തന്നെയാണ്. ഇതാണ് സൽമാൻ ഫിഷിൻ്റെ ഭാഗങ്ങൾ. വളരെ വൃത്തിയായിട്ട് വൃത്തിയാക്കി അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഫിഷിനും കുറഞ്ഞത് 35-40 കിലോ വരെ വരാൻ സാധാരണ ഉണ്ട്. ഈ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് എന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഓർമ്മത്തില്ല. അതായത് നാറ്റോ മറ്റ് മണങ്ങളോ ഒന്നും തന്നെ നമുക്ക് അനുഭവപ്പെടത്തില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് ഈ മാർക്കറ്റ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഹൈജനിക്ക് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്, സമ്മതിച്ചാൽ മതിയാവും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഫിഷ് മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടേണ്ടി വരുന്നത്. ഇവിടെ ആ ഒരു അനുഭവം ഇല്ല. അതുപോലെ തന്നെ നല്ല ഫ്രഷ് പച്ച മീൻ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഉണക്കമീൻ ഇവിടെ വിൽപ്പനയുണ്ട്. ഇതാണ് ഡ്രൈ ഫിഷ്. അതിൻ്റെ ഒരു കേന്ദ്രത്തിൽ ഞങ്ങൾ ചെന്നു. ഇത് പല രീതിയിൽ പാചകം ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. പാചകം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ വിചിത്രമായ രീതിയിൽ, നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലും ഈ മത്സ്യങ്ങളെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, നമുക്ക് തോന്നുന്ന ഒരു ബേക്കറിയിൽ നമ്മൾ ചെന്നിരിക്കുന്ന പോലെ തോന്നുന്നു. നാട്ടിലെ ഒരു ബേക്കറിയിൽ അലമാരിലേക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. പക്ഷേ ഇത് മത്സ്യമാണ്. മത്സ്യം പല രീതിയിൽ അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും ഇത് കണ്ട് എല്ലാവരും അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പല അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇത് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ആ ഫിഷ് മാർക്കറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. ഇനി ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. വെളിയിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. വെളിയിലേക്ക് വന്ന് ഇതാണ് മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റിൻ്റെ വെളിയിൽ വന്നപ്പോഴത്തേക്ക് കണ്ടത് ഒരു പൊതുവായിട്ടുള്ള മാർക്കറ്റാണിത്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പ്രദേശങ്ങളൊക്കെ കാണാറുണ്ട്. അതിനുശേഷം നമുക്ക് പോകേണ്ട ഒരു മീറ്റ് മാർക്കറ്റിലേക്കാണ്. അവിടെ ഇറച്ചികൾ മാത്രമാണ് വിൽക്കുന്നത്. നല്ല രീതിയിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഹൈജനിക്. യാതൊരു മണവോ മറ്റ് യാതൊരു ദുഷിച്ച ഒരു മൂക്കുപൊത്തേണ്ടി വരുന്ന അവസ്ഥ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. മറ്റൊരു പ്രത്യേകതയാണ്, കണ്ടോ, ഡിയർ മീറ്റ്, മാൻ്റെ ഇറച്ചി. നമ്മുടെ നാട്ടിൽ മാൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ കയ്യിൽ വിലങ്ങ് വീഴും. ഇവിടെ അത് പൊതുവായിട്ട് വിൽക്കുന്നു. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങളാരെങ്കിലും മിസ്സായിട്ടുണ്ടോ ഇല്ലെന്നൊരു എണ്ണം തന്നെയുള്ള ഒരു പ്രത്യേക സിസ്റ്റമാണിത്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതിനിടെ വഴിയിൽ കണ്ടതാണ്. ലിത്വാനിയിലെ പ്രോപ്പർ ടൗണിൽ തന്നെയുള്ള ഫ്രീഡം സ്റ്റാച്യു ആണ് കാണുന്നത്. അവിടെ ഇന്ന് ഏതൊരു VIP വരുന്നുണ്ട്. അവരെ സ്വീകരിക്കാൻ വേണ്ടുന്ന അറേഞ്ച്മെൻറ്റിലാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോകാം.
ഫ്രീഡം സ്റ്റാച്യു, പ്രസിദ്ധമായ ടൗണിൽ തന്നെ ഉള്ള ഒരു ഫ്രീഡം സ്റ്റാച്യു, ഇവിടെ ഒരു മൈതാനമുണ്ട്. ലിത്വാനിയയുടെ പ്രധാനപ്പെട്ട വിശേഷ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ മൈതാനത്തിൽ വെച്ചാണ്. ഇവിടെ ഇന്ന് ഏതൊരു VIP വരുന്നുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് സൂചിപ്പിച്ചത്. ആരാണെന്നുള്ള വിവരമൊന്നും കിട്ടിയില്ല. അത് VIP നമ്മുടെ ഗൈഡിനും അറിയില്ല. ഞങ്ങൾ എന്തായാലും അതിന് അടുത്തുവരെ പോയി. കൂടുതൽ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ അത് സമ്മതിക്കുന്നില്ല സെക്യൂരിറ്റികൾ. അതിനിപ്പുറത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകളാണത്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അത് കുറച്ച് കാണുകയും ക്യാമറയിൽ പകർത്തുകയൊക്കെ ചെയ്തു. ലിത്വാനിയയുടെ തലസ്ഥാന നഗരമായ റീഗയിലാണല്ലോ നമ്മളിപ്പോൾ ഈ നഗരത്തിൻ്റെ ഇപ്പോൾ കാഴ്ചകൾ കാണുന്നത്. ടൗഗാവ നദിയുടെ മുഖത്ത് ബാൾട്ടിക് കടലിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഒരു സാംസ്കാരിക കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ നിരവധി മ്യൂസിയങ്ങളും കച്ചേരി ഹാളുകളും ഉണ്ട് ഇവിടെ. തടി കൊണ്ടുള്ള കെട്ടിടങ്ങൾ, ആർട്ട് നവ വാസ്തുവിദ്യ, മധ്യകാല ഓൾഡ് ടൗൺ എന്നിവയ്ക്ക് ഈ നഗരം വളരെ പേരുകെട്ടതാണ്. കാൽനട യാത്രക്കാർക്ക് മാത്രമുള്ള ഓൾഡ് ടൗൺ നിരവധി കടകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ബാറുകളും നൈറ്റ് ക്ലബും ഉള്ള തിരക്കേറിയ ഒരു സ്ക്വയറാണ് ഈ റീഗ സ്ക്വയർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ നടന്ന് നഗരത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള ജംഗ്ഷനിലെത്തി. വസന്തകാലത്തെ വരവേൽക്കാനായിട്ടാണ് അവർ ഈ പൂച്ചെടികളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചെടികൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണിതില്ല, വെറും പ്ലാസ്റ്റിക് കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വസന്തകാലത്തിനെ വരവേൽക്കാൻ വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത്. How do you like this climate now? Very chilly, but it is compared to other countries. This is better. Okay, right. That is important. In the countries which we passed earlier, it Yes, was yes. very cool out, very chill. Very. Now Now it is okay, tolerable. tolerable. Certainly it is tolerable. നഗര കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടെ തന്നെയുള്ള പ്രസിദ്ധമായ മറ്റൊരു നിർമ്മിതി കാണാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. റീഗ ചുരുക്കത്തിൽ മുൻപ് ഒരു സ്വതന്ത്ര നഗര സംസ്ഥാനമായിരുന്നു. 1581 പോളണ്ടിലേക്ക് കടന്നു. 1621 ഇത് സ്വീഡൻ പിടിച്ചെടുത്തു. തുടർന്ന് 1709 പീറ്റർ ദി ഗ്രേറ്റ്, നമുക്കറിയാമല്ലോ, റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തി, അദ്ദേഹം ഇത് കൈയടക്കി. അതിനുശേഷം 1921 സ്വീഡൻ ഇത് റഷ്യയ്ക്ക് വേണ്ടി തിരിച്ചു കൊടുക്കേണ്ടി വന്നു. റഷ്യയുടെ ഭരണകാലത്ത് അവർ നിർമ്മിച്ച ചില നിർമ്മിതികളാണ് ഇത്. ഇതിൻ്റെ തൊട്ടടുത്ത് വലതുവശത്ത് കാണുന്ന റൈറ്റിൽ കാണുന്ന ഒരു കറുത്ത ബിൽഡിങ്, അതാണ് റഷ്യയുടെ ആസ്ഥാനം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ ഈ രാജ്യം കുറേ നാൾ കീഴടക്കി ഭരിച്ചിരുന്നു. പിന്നീട് ഇത് സ്വതന്ത്രമായെങ്കിൽ കൂടി അന്ന് റഷ്യ അതിൻ്റെ ആസ്ഥാന കേന്ദ്രമായിട്ട് സൂക്ഷിച്ചിരുന്ന ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. ഈ കറുപ്പ് നിറത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ബിൽഡിങ്ങാണ് അന്ന് റഷ്യയുടെ ഭരണാധിപന്മാർ അവർ സൂക്ഷിച്ചിരുന്ന, അവരുടെ ആസ്ഥാന കേന്ദ്രമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഈ ബാലിസ്റ്റിക് രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന USSRനെ കുറിച്ചാണ്. USSR ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. അതിൻ്റെ ഭാഗങ്ങൾ ചിഹ്നഭിന്നമായിട്ടാണ് ഇന്നിപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ പല സ്വതന്ത്ര രാജ്യങ്ങളായി തീർന്നിരിക്കുന്നത്. ലാത്വിയയുടെ മതവിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 68% ആൾക്കാരും പല മതങ്ങളിലായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്. ബാക്കി 32% ആൾക്കാരും ഒരു മതത്തിലും വിശ്വസിക്കാതെ സ്വതന്ത്രരായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ലാത്വിയയിൽ നിന്ന് ലിത്വാനിയ എന്ന രാജ്യത്തേക്ക് പോകേണ്ടതുണ്ട് കരമാർഗം. അതുകൊണ്ട് എൻ്റെ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നിങ്ങളുടെ റിമാർക്സുകളും ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. തൽക്കാലം നിർത്തുന്നു. ഗുഡ് ഡേ. എല്ലാവർക്കും നല്ലത് വരട്ടെ.